സ്നേഹമുള്ളവരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കർഷകന് പരിചയപ്പെടുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ രീതികൾ വളരെ വ്യത്യസ്തങ്ങളായിരുന്നു. ട്രാക്ടർ പോലുള്ള ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അയാൾ പഴയ രീതിയിൽ കലപ്പകൾ ഉപയോഗിച്ച്, കുതിരകളെ ഉപയോഗിച്ചാണ് നിലം ഉഴുന്നത്. വളരെ ചുരുക്കമായിട്ട് മാത്രമേ അയാൾ ഇങ്ങനെയുള്ള യന്ത്രങ്ങളുടെ സഹായം തേടുന്നുള്ളൂ. ഈ ഒരു തീരുമാനത്തിലേക്ക് അയാൾ നയിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു പുസ്തകമായിരുന്നു, 10 acres enough. ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കുവാനായിട്ട് 10 ഏക്കർ സ്ഥലം, അതിൽ ചെയ്യുന്ന കൃഷി മാത്രം മതി. തീർച്ചയായിട്ടും ലാഭത്തിൻ്റെ പുറകെ പോകുന്ന, എല്ലാം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന, എല്ലാം വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ഒരു ലോകത്ത് ഈ ഒരു ചിന്ത മിക്കവാറും എല്ലാവർക്കും തന്നെ സ്വീകരിക്കുവാനായിട്ട് പ്രയാസമുണ്ടാകും. എല്ലാവരും പറയും അത് ബുദ്ധിമോശമാണ്. എങ്കിലും ഈ കർഷകൻ തൻ്റെ ഉറച്ച തീരുമാനത്തിൽ ജീവിക്കുകയാണ്. അയാൾ പറയുന്നു, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കൂടുതൽ ഊർജം ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ കൂടുതൽ ഉണ്ടാക്കുവാനുള്ള ശ്രമം അത് ജീവിതത്തിൽ ഒത്തിരി പ്രഷർ കൊണ്ടുവരും. ജീവിതത്തിൽ സന്തോഷമെന്നുള്ളത് പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാൻ പറ്റാതെ വരും. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത്, അതിനെ അതിജീവിക്കുവാനായിട്ട്, അതില്ലാതെ എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പോകുന്നു അയാളുടെ ചിന്തകൾ. ഇന്നത്തെ സുവിശേഷം ഒരു മനുഷ്യനെ പറ്റി നമ്മോട് പറയുന്നുണ്ട്. അയാൾക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കളപ്പുര അയാൾ വിശാലമാക്കുകയും അവിടെ അയാൾ സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇതൊരു ഉപമ മാത്രമാണോ? അതോ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഉപമയ്ക്ക് നമ്മോട് എന്തെങ്കിലുമൊക്കെ പറയുവാനുണ്ടോ? തീർച്ചയായിട്ടും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, കൂടുതൽ സ്വന്തമാക്കുക എന്നുള്ളത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല. കാരണം നമ്മൾ എല്ലാവരും തന്നെ ശ്രമിക്കുന്നത് മെച്ചപ്പെടുവാനായിട്ടാണ്, മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ടാണ്. എന്നാൽ ഇതിൻ്റെ പുറകെയുള്ള ഓട്ടത്തിൽ നമ്മുടെ ചിന്തകൾ അത്യാഗ്രഹത്തിലേക്ക് കടന്നു പോകാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ അത് അന്ധമാക്കാം. മഹാത്മാഗാന്ധി പറഞ്ഞ വാചകം പലർക്കും അറിയാം. ഈ ലോകത്ത് എല്ലാവരുടെയും ആവശ്യത്തിനുള്ള വസ്തുക്കളുണ്ട്. എന്നാൽ എല്ലാവരുടെയും അത്യാഗ്രഹത്തിന് ഉതകുന്ന വസ്തുക്കളില്ല. നിർഭാഗ്യവശാൽ പലരും സ്വന്തം കാര്യം തേടുന്നതിലുള്ള ഓട്ടത്തിൽ, കൂടുതൽ വെട്ടിപ്പിടിക്കുന്നതിനുള്ള തിരക്കിൽ. ഇതുതന്നെയാണ് ഇന്ന് നമ്മുടെ ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം. ഈ അത്യാഗ്രഹം അത് സമാധാനം ഇല്ലായ്മയിലേക്ക്, യുദ്ധങ്ങളിലേക്ക്, മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിലേക്ക് ഒക്കെ നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നമ്മെ സ്നേഹിക്കണം, നമ്മെ കരുതണം, നമ്മുടെ ഭാവിയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. എന്നാൽ അവിടെയൊക്കെ അവരൻ്റെ ആവശ്യങ്ങളെ കാണാതെ പോകരുത്. അവനെ ബഹുമാനിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. തൻ്റെ സഹോദരനെ കൊന്ന കായനോട് ദൈവം ചോദിക്കുന്നത്, നീ എന്തിനാണ് നിന്റെ സഹോദരനെ കൊന്നതെന്നല്ല, നിന്റെ സഹോദരൻ എവിടെയെന്ന. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും ദൈവം നമ്മോടും ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരി എവിടെ? അവർക്ക് വേണ്ടി നീ എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നീ കാണുന്നുണ്ടോ? അവർക്ക് വേണ്ടി നിന്റെ സമ്പാദ്യം നീ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ സമ്പാദ്യം നീ എവിടെയാണ് ഒളിച്ചു വച്ചിരിക്കുന്നത്? ഏത് പൂട്ടിട്ടാണ്, ഏത് കളപ്പുരയിലാണ് നിന്റെ ഹൃദയം നീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? നിന്നിലെ മനുഷ്യത്വം നീ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്?
സ്നേഹമുള്ളവരെ, മനുഷ്യർ യുദ്ധത്തിൽ കഷ്ടപ്പെടുമ്പോൾ, കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അതിനുവേണ്ടി യാചിക്കുമ്പോൾ, അവിടെയൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാവുകയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലും. സ്നേഹമുള്ളവരെ, നമുക്ക് സന്തോഷം നൽകുന്നത് എന്താണ്? അതിനുവേണ്ടി നമുക്ക് എന്താണ് ആവശ്യം? ദൈവം നമ്മെ എങ്ങനെയായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്? ഭോഷ എന്നാണോ? അതോ അനുഗ്രഹീതനെന്നാണോ? മറ്റുള്ളവർക്ക് സന്തോഷം നൽകുമ്പോൾ നമ്മൾക്കും ദൈവത്തിൻ്റെ ഈ ദൈവിക സന്തോഷത്തിൽ പങ്ക് പറ്റുവാനായിട്ട് സാധിക്കും. നമ്മുടെ നന്മകൾ, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ ഒക്കെ മറ്റുള്ളവർക്കായിട്ട് പരമാവധി പങ്കുവയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നൽകുന്ന സന്തോഷം അനുഭവിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.